ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിന് ഏകദേശം 60 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? ജനുവരിയിലായിരിക്കും നമ്മുടെ എക്സാം. അപ്പം ഈ ഒരു എക്സാമിന് ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ പേപ്പറിൽ 60 മാർക്ക് നമുക്ക് മെത്തഡോളജിയും കാര്യങ്ങളും വരുമ്പോൾ ബാക്കി ഒരു 60 മാർക്ക് ഉണ്ട്. അതിൽ എല്ലാ വിഷയങ്ങളും വരാറുണ്ട്. ഇംഗ്ലീഷ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ് എല്ലാം വരാറുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള സെറ്റ് എക്സാമിന് കുട്ടി പാസേജസ് തരാറുണ്ട്, ചെറിയ പാസേജസ് തരാറുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗ്രാമറും നോൺ ഗ്രാമറും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്താ, ഗ്രാമർ പോർഷൻസിനേക്കാളും നോൺ ഗ്രാമർ, അതായത് വൊക്കാബുലറി ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കണം. വൊക്കാബുലറി ഭാഗങ്ങൾ മാത്രമല്ല, സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഠന രീതി അവിടെ നിന്ന് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം. എന്നാൽ ഗ്രാമർ പഠിക്കാതെ പോകാനും പറ്റില്ല. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും ഗ്രാമറും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കിക്കേ, വാട്ട് ഈസ് അനദർ വേർഡ് വിച്ച് മീൻസ് സെയിം ആസ് നൊമാഡിക്? നൊമാഡിക് എന്ന അർത്ഥം വരുന്ന വാക്ക് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാവേജ് ആണോ, വൈൽഡ് ആണോ, ഇൻട്രപ്പിഡ് ആണോ, ഇറ്റിനറൻ്റ് ആണോ? നോക്കൂ, സാവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വയലൻ്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് സാവേജ് എന്ന് പറയുന്നത്. വൈൽഡ് അതും ആ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്, വൈൽഡ് ആയിട്ടുള്ളത്. ഇൻട്രപ്പിഡ് എന്ന് പറഞ്ഞാൽ മൈ സൺ ഇസ് ഇൻട്രപ്പിഡ് എന്ന് പറഞ്ഞാൽ മൈ സൺ ഇസ് അഡ്വഞ്ചറസ്, അവൻ അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഇൻട്രപ്പിഡ് മീൻസ് വൺ ഹു ലവ്സ് അഡ്വഞ്ചേഴ്സ്. അതാണ് ഇൻട്രപ്പിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഐറ്റ്നറൻ്റ് എന്ന് പറയുന്നതാണ് നൊമാഡിക്, വൺ ഹു മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിൻ്റെ വേർഡ് എന്ന് പറയുന്നത്, അതിന് സിനോണിമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഐറ്റ്നറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ PYQ കാണുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഉത്തരം മാത്രം നമ്മൾ പഠിച്ചു പോകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഉത്തരം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്ഷൻസിൽ കിടക്കുന്ന വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. എങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നൈദർ ദ പ്ലാനറ്റ്സ് നോർ ദി സൺ ഡാഷ് ദി സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. നൈദർ ദി പ്ലാനറ്റ്സ് നോർ ദി സൺ. കണ്ടോ, ഗ്രാമറും കയറി വന്നിട്ടുണ്ട്. അപ്പം നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെയുള്ള യൂസേജസിൻ്റെ പ്രത്യേകത എന്താണ്? നൈദർ നോർ, ഐദർ ഓർ, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെയുള്ള യൂസേജസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെക്കൻഡ് സബ്ജക്റ്റ്. എന്താണ് ഈ സെക്കൻഡ് സബ്ജക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതായത് സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സൺ ഉണ്ട്. അതിൽ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ, ഓക്കെ, സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മുടെ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് സിംഗുലർ ആയിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എങ്കിൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ആരാണ്? സൺ ആണ്. സൺ സിംഗുലർ ആണ്. സൺ സിംഗുലർ ആയ സ്ഥിതിക്ക് അതിൻ്റെ വെർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഓക്യുപ്പൈങ് എന്തായാലും വരില്ല. ഡു ഓക്യുപ്പൈ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഓക്യുപ്പൈസ് ആണോ ഓക്യുപ്പൈ ആണോ? നോക്കിക്കേ, സൺ സിംഗുലർ ആണ്. സോ സിംഗുലറിൻ്റെ കൂടെ എസ് വേണം. സോ നൈദർ ദി പ്ലാനറ്റ്സ് നോർ ദി സൺ ഓക്യുപ്പൈസ് ദി സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത്, fill up the blanks choosing the correct option. People are mad dash money. ആൾക്കാർ പൈസയുടെ പുറകെ ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ്. പീപ്പിൾ ആർ മാഡ് ഡാഷ് മണി. ഇത് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, സെറ്റിൽ അല്ലെങ്കിലും പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സെൻട്രൽ ലെവലിൽ നടത്തുന്ന എക്സാംസിലൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രപ്പോസിഷൻ എപ്പോഴും അങ്ങനെയുള്ള എക്സാംസിൽ നിന്ന് തന്നെയാണ് സെറ്റ് പോലുള്ള അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുക. മറ്റുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണിത്. പീപ്പിൾ ആർ മാഡ് ഡാഷ് മണി. ആഫ്റ്റർ ആണോ, ഓവർ ആണോ, വിത്ത് ആണോ, ഇൻ ആണോ? പുറകെ ഓടുകയല്ലേ പൈസയുടെ. സോ എന്താ വരിക? യെസ്, റൺ ആഫ്റ്റർ എന്നൊരർത്ഥം നിങ്ങൾ പറയാറുണ്ട്, പുറകെ ഓടുക. അതേപോലെ പീപ്പിൾ ആർ മാഡ് ആഫ്റ്റർ മണി. പീപ്പിൾ ആർ മാഡ് ആഫ്റ്റർ മണി. ആൻസർ ഇസ് ഓപ്ഷൻ എ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൺജംപിൾ ദി ഫോളോയിങ് സെന്റൻസ് ടു ഫോം എ സെന്റൻസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. അതായത് സെന്റൻസ് ജംബ്ലിംഗ്, നമുക്കറിയാം ജംബിൾഡ് ആയിട്ടൊരു സെന്റൻസ് തരും, അതിനെ കറക്റ്റ് ഓർഡറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. അതെങ്ങനെ ചെയ്യും എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മുടെ നോക്കിക്കേ എന്തൊക്കെയാണുള്ളത്. ഡിവൈസ് ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്, എക്സ്പ്ലോഡഡ്, പവർഫുൾ, ഔട്ട്സൈഡ്. ഈ വാക്കുകളെയാണ് നമുക്കൊരു സെന്റൻസിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ അതേ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. നേരെ ഓപ്ഷനിലേക്ക് വരിക, നമ്മുടെ സമയം നമുക്ക് ലാഭിക്കണം അല്ലേ. സോ നേരെ ഓപ്ഷനിലേക്ക് വരിക. നമുക്ക് നോക്കിക്കേ BE, ലാസ്റ്റ് ഓപ്ഷനിൽ തന്നെ തുടങ്ങാം. BE എന്ന് പറയുമ്പോൾ എന്താ? ദ സ്റ്റേഷൻ ഔട്ട്സൈഡ് ഡിവൈസ്. ശരിയാവോ? വരില്ല. സോ BE വരുന്നത് നമുക്ക് അവിടെ തെറ്റാന്ന് പറയാം. ഇനി ACBED എന്ന് പറയുമ്പോൾ A ഡിവൈസ്, എക്സ്പ്ലോഡഡ്, C ACBED a powerful, outside the station. A device exploded, powerful. ശരിയാവില്ല. സോ അതും തെറ്റാണ്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത നോക്കിക്കേ DACEB. D എന്ന് പറഞ്ഞാൽ എന്താണ്? എ പവർഫുൾ ഡിവൈസ് എക്സ്പ്ലോഡഡ് ഔട്ട്സൈഡ് ദ സ്റ്റേഷൻ. കണ്ടോ, അത് കറക്റ്റ് ആണ് അല്ലേ. സോ എ പവർഫുൾ ഡിവൈസ് എക്സ്പ്ലോഡഡ് ഔട്ട്സൈഡ് ദി സ്റ്റേഷൻ. ഓപ്ഷൻ B ആണ് കറക്റ്റ്. നമുക്ക് A ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേക്കാം. നോക്കിക്കേ DEA എന്ന് പറയുന്നുണ്ട്. ഡിവൈസ് ഔട്ട്സൈഡ് എ പവർഫുൾ ദ സ്റ്റേഷൻ. ശരിയാവോ? ഇല്ല. പവർഫുൾ സ്റ്റേഷൻ അല്ല, പവർഫുൾ ഡിവൈസ് എന്ന് തന്നെ പറയണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സെൻറ്റൻസിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസ് വെച്ച് വേണം നമ്മളത് ചിന്തിക്കാനായിട്ട്. എന്നാലേ കുറച്ചും കൂടി എളുപ്പത്തിൽ സമയം നമുക്ക് ലാഭിച്ചുകൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ B. അടുത്തതിലേക്ക് നമുക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനകത്ത് ഇവിടെ ജീവികളും അതിൻ്റെ എന്താ പറയുക, അതെവിടെയാണ് അതിൻ്റെ താമസ സ്ഥലം, ആ ഒരു വാസസ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ B ഉണ്ട്, പിഗ്, ഡോങ്കി, റാബിറ്റ്. ഇപ്പുറത്താണെങ്കിൽ ബറോ, അപ്പിയറി, സ്റ്റൈറ്റ്, സ്റ്റേബിൾ. ഇത് കണ്ട ഉടനെ നിങ്ങൾ വിടരുത്. ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് റാബിറ്റ്, ബറോ. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സി അപ്പോൾ നോക്കിക്കേ D1 വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇത് വരുന്നില്ല, ഇത് വരുന്നില്ല. സോ BO DO ആണ് ആൻസർ. ഇനി നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഡോങ്കി താമസിക്കുന്ന എവിടെയാണ്? സ്റ്റേബിൾ, തൊഴുത്ത് അല്ലേ. സോ നോക്കിക്കേ സി എന്ന് പറയുന്നത് എന്ത് വരും? സി നമുക്കിവിടെ 4 വരുന്നു. രണ്ടിലും 4 തന്നെയാണ്, കണ്ടോ. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ്. ഇനി നോക്കിക്കേ, നമുക്ക് അടുത്തതിലോട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പിയറി അല്ലേ. എന്താണത് അപ്പിയറി? അപ്പിയറി മീൻസ് ദ പ്ലേസ് വെർ ബീസ് ലീവ്. ബീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. അപ്പം ബീസ് ലീവ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പിയറി. അപ്പോൾ അത് നമുക്കറിയാമെങ്കിൽ A എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. A എന്ന് പറയുന്നത് 2 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ D. അപ്പം തിരിച്ച് വരുന്നവരുണ്ടാവും. ആദ്യം B വെച്ച് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ വീണ്ടും 2 ഓപ്ഷനിൽ വരും. നിങ്ങൾക്കറിയാവുന്ന ഓപ്ഷനിൽ നിന്ന് തുടങ്ങുക. അത് തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി. എന്നിട്ട് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പ്രത്യേകിച്ച് സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റണം. കൂടുതൽ പോസിബിൾ ആയിരിക്കണം ആൻസേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദി മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഫ്രേസ് ഇൻ ദി ഫോളോയിങ് സെന്റൻസ്. ദോ ദി മെമ്പേഴ്സ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി വർ ഇൻഫ്യൂരിയേറ്റഡ് ബൈ ദി അലിഗേഷൻസ്, ദ ചെയർമാൻ അഡ്വൈസ്ഡ് ദം ടു ടേക്ക് ദം ലൈയിങ് ഡൗൺ ഫോർ എ വൈൽ. ഇതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ദോ ദ മെമ്പേഴ്സ് ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി വർ ഇൻഫ്യൂരിയേറ്റഡ് ബൈ ദി അലിഗേഷൻ. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അലിഗേഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പം ചെയർമാൻ എന്ത് പറഞ്ഞു? അഡ്വൈസ് ദം ടു ടേക്ക് ദം ലൈയിങ് ഡൗൺ ഫോർ എ വൈൽ. അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്ക് ദം ലൈയിങ് ഫോർ എ ഡൗൺ എന്ന് പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാനല്ല. എന്താ? ടു ടേക്ക് റെസ്റ്റ് ആണോ? അല്ല. അതിനോട് പൊരുതാനാണോ? പൊരുതി പ്രശ്നം വഷളാക്കാനാണോ? അല്ല. എന്താ പറയുന്നത്? ടു തിങ്കോ അല്ലെങ്കിൽ ടു ഷോ നോ റിയാക്ഷൻ. മിണ്ടാതിരിക്കുക. തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം പ്രശ്നം വഷളാവാതിരിക്കാൻ വേണ്ടി ആ ഇൻസൾട്ട് അങ്ങോട്ട് ബെയർ ചെയ്യുക. അതാണ് അതിൻ്റെ അർത്ഥം. സോ ടു ടേക്ക് ദം ലൈയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു ഷോ നോ റിയാക്ഷൻ ഈവൻ ഇഫ് യു ആർ ഇൻസൾട്ടഡ്. ഓക്കെ. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെലക്ട് ദി കറക്റ്റ് വേർഡ് ഫോർ ദി വൺ വേർഡ്. ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഓർ ബീയിങ് റോങ്. ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല, ഒരു തരത്തിലും തെറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ, അങ്ങനത്തെ ഒരാൾ.
See, what is the meaning of inculpable, incorrigible, infallible and unmistakable? ഇതിനകത്ത് ഇൻകോറിജിബിൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഇൻകോറിജിബിൾ ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സെറ്റിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇൻകോറിജിബിൾ. ഇൻകോറിജിബിൾ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് അർത്ഥം, അല്ലേ? സോ ഇതിൽ മൂന്നിലും ആ ഇന്നുണ്ട്. ഇൻകോറിജിബിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്സ് വരുത്തില്ല എന്നല്ല, മിസ്റ്റേക്സ് വരുത്തിയാൽ ഒരു തരത്തിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻകോറിജിബിൾ. സോ ഇൻകോറിജിബിൾ ആണോ ഇവിടുത്തെ ആൻസർ? മിസ്റ്റേക്സേ മേക്ക് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇൻഫാലിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫാലിബിൾ ആണ് വൺ ഹൂ ഇസ് നോട്ട് ഏബിൾ ടു മേക്ക് എനി മിസ്റ്റേക്സ് ഒന്നും തന്നെ, ഫ്ലോസ് ഒന്നും വരുത്താത്ത ഒരു വ്യക്തി. അതാണ് ആ ഒരു നേച്ചറിനാണ് ഇൻഫാലിബിൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഇൻഫാലിബിൾ. ഇൻകൾപ്പബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഗിൽറ്റ്ലെസ് എന്നാണ്. അതായത് തെറ്റൊന്നുമില്ലാത്ത, വൺ ഹു കനോട്ട് ബി ബ്ലെയിംഡ്, അതാണ് ഇൻകൾപ്പബിൾ എന്ന വേർഡിൻ്റെ അർത്ഥം. സോ ഇവിടെ ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഓർ ബീയിങ് റോങ് എന്ന് പറയുന്നതിൻ്റെ വൺ വേർഡ് എന്ന് പറയുന്നത് ഇൻഫാലിബിൾ ആണ്. ഇൻകോറിജിബിളും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുണ്ട്. ഇൻകോറിജിബിൾ മീൻസ് വൺ ഹു കനോട്ട് ബി കറക്റ്റഡ്, നമുക്ക് തിരുത്താൻ പറ്റാത്ത ആൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ് ഐ ഫീൽ ദാറ്റ് ദീസ് പാറ്റേൺസ് ആർ പ്രിറ്റി അഗ്ലി ആൻഡ് നോട്ട് അപ് ടു ദി മാർക്ക്. ഓക്കെ, ഐ ഫീൽ ദാറ്റ് ദീസ് പാറ്റേൺസ് ആർ പ്രിറ്റി അഗ്ലി ആൻഡ് നോട്ട് അപ് ടു ദി മാർക്ക്. എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് ഇംഗ്ലീഷുകാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ ബാക്കി വിഷയങ്ങളിൽ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പാടാണ്, പക്ഷേ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ചസിൽ ഒന്നാണ് സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഹീ ഈസ് ലൈക്ക് എ ടൈഗർ. ഓക്കെ, ഹീ ഈസ് ലൈക്ക് എ ടൈഗർ. മെറ്റഫറും നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഹീ ഈസ് എ ടൈഗർ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഓർക്കാമെന്ന് നോക്കാം. സി, മെറ്റഫർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹീ ഈസ് എ ടൈഗർ. നമ്മുടെ മമ്മൂക്കാൻ്റെ സിനിമയുണ്ട്, ഏതാണ്? നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയുണ്ട്, രാജമാണിക്യം, അല്ലേ? സോ രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? 11 പുലിയാണ് കേട്ടാ. പുലിയാണ്. പുലിയെ പോലെയാണെന്നാണോ പറയുന്നത്? അല്ല, പുലിയാണ്. സോ ഹീ ഈസ് എ ടൈഗർ, പുലിയാണ്. ദാറ്റ് ഈസ് മെറ്റഫർ. മമ്മൂക്കയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ? എം. മെറ്റഫറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? എം. സോ മെറ്റഫർ ഇനി വർക്കോ? ഇല്ല. സോ ഹീ ഈസ് എ ടൈഗർ. 11 പുലിയാണ് എന്ന് പറയുന്ന മെറ്റഫർ ആണ്. 11 പുലിയെ പോലെയാണ്. ഹീ ഈസ് ലൈക്ക് എ ടൈഗർ. ഹീ ഈസ് ആസ് ഫെറോഷ്യസ് ആസ് എ ടൈഗർ. അങ്ങനെ ലൈക്കോ ആസോ ചേർത്ത് വരുവാണെങ്കിൽ അത് സിമിലിയാണ്. മനസ്സിലായോ? ലൈക്കോ ആസോ ഇല്ലാതെ വന്നാൽ ഹീ ഈസ് എ ടൈഗർ, അത് മെറ്റഫറാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിമറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വാക്കുകൾ, ഓക്കെ, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വാക്കുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. ഇപ്പം നമ്മൾ പറയില്ലേ ഭയങ്കര ഭംഗിന്ന്. സി, ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ഉളവാക്കുന്നത്, ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലത്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധവും ഇല്ല, അല്ലേ? സോ അങ്ങനെയുള്ള വാക്കുകളാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. അതുപോലൊരു വാക്ക് ഇവിടെയുണ്ട്, പ്രിട്ടി അഗ്ലി. കണ്ടോ, ഇതാണ് ഓക്സിമറോൺ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ഓക്സിമറോൺ ആണ്. ഹൈപ്പർബോൾ, നാലാമത്തെ ഓപ്ഷൻ ഹൈപ്പർബോൾ ആണ്. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയില്ലേ, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. സി, ഞാൻ ആനയെ തിന്നുവോ? ഇല്ല, വിശപ്പുണ്ട്. അത് ആനയെ തിന്നാനുള്ള വിശപ്പല്ല. സോ അങ്ങനെയുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുക. ഞാൻ ചൂടെടുത്ത് മരിക്കുമോ? ഇല്ല, പക്ഷെ നമ്മളത് എക്സാജറേറ്റ് ചെയ്യുക, അതാണ് ഹൈപ്പർബോൾ. അതേപോലെ തന്നെ ഒരു ഫിഗർ ഓഫ് സ്പീച്ചും എപ്പോഴും ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് ആലിട്രേഷൻ. ആലിട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഷീ സെൽസ് സീ ഷെൽസ് അറ്റ് ദി സീ ഷോർ. ഇത് നമ്മൾ പറയിക്കാറുണ്ട്, കുട്ടികളെ കൊണ്ട് ടങ് ട്വിസ്റ്റർ ആയിട്ടൊക്കെ പറയാറുണ്ട്. എന്താ അത്? ഷീ സെൽസ് സീ ഷെൽസ് അറ്റ് ദി സീ ഷോർ. അപ്പോൾ ആ എസ് എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പ്രാവശ്യം എസ് എന്ന് പറയുന്ന കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് ആലിട്രേഷൻ. സോ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അല്ലാതെ ഇത് പഠിക്കാതെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ടു സിനോണിം റിലേഷൻ ഇസ് കറക്റ്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്ന സിനോണിം റിലേഷൻ? വിൻഡിക്റ്റീവ്, സ്പൈറ്റ്ഫുൾ, ഗ്രിഗറിയസ്, സോഷ്യൽ, സോളിസിറ്റ്,
റിക്വസ്റ്റ്, അബറേഷൻ, ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, സി ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഈ ഗ്രെഗ് എന്ന് പറയുന്നൊരു വേർഡ് വന്നാൽ, ഓക്കെ, അതൊരു റൂട്ട് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ്, സോഷ്യൽ എന്നൊക്കെയാണ്. ഓക്കെ, സോ ഗ്രിഗേറിയസ് എന്ന വാക്ക് സോഷ്യൽ എന്ന് പറയുന്നത് കറക്റ്റാണ്. സോ ദിസ് ഇസ് കറക്റ്റ് അല്ലേ. ഇനി സോളിസിറ്റ് റിക്വസ്റ്റ് കറക്റ്റ് ആണ്. വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പകയോട് കൂടി അല്ലെങ്കിൽ ഒരു പകരം വീട്ടാനെന്ന മനോഭാവത്തോടു കൂടി നമ്മൾ എന്തിനോടെങ്കിലും പോവുക, അതാണ് വിൻഡിക്റ്റീവ്. അതേ അർത്ഥം തന്നെയാണ് സ്പൈറ്റ്ഫുള്ളിന് വരുന്നത്. ഇവിടെ അർത്ഥം സെയിം ആയിട്ട് വരാത്തത് അബറേഷൻ ആണ്. അബറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നോർമൽ സ്റ്റാൻഡേർഡ്സിൽ നിന്നും വിട്ടു നിൽക്കുക, അതാണ് അബറേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. സോ ജസ്റ്റിഫിക്കേഷൻ ഒന്നും അതുമായിട്ട് ബന്ധമില്ല. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? സോ ഇങ്ങനെയുള്ള വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കടന്നുകയറ്റം വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ഗ്രാമർ പഠിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറവ് ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മളിനി ചിന്തിക്കേണ്ട കാര്യം. 2025 ഒരുപാട് അവസരങ്ങളാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. HSSC പോലുള്ള എക്സാംസ് വരാൻ പോവുകയാണ്. HSA ആണ് ഇനി അടുത്തത് വിളിക്കാനുള്ളത്. അത് പ്രോബബ്ലി ഈ ഡിസംബർ ജനുവരിയോട് കൂടി വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിജ്ഞാപനം എന്ന് പറയുന്നത് HSSC ആണ്. സോ HSSC വിജ്ഞാപനത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എക്സാം വേണം. അതൊരു ക്രൈറ്റീരിയ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇച്ചിരി വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. സോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളവർ തീർച്ചയായിട്ടും സെറ്റ് പോലൊരു പരീക്ഷ ക്ലിയർ ചെയ്താൽ പിന്നെ നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് പോകാൻ പറ്റും അല്ലേ. കാരണം ഒരുപാട് അവസരങ്ങൾ വരുന്നു. റിട്ടയർമെൻറ്റ് 2025 കൂടി ഒരു മാസ് റിട്ടയർമെൻ്റ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള നിയമനങ്ങൾ നടന്നതുപോലെ ആവില്ല, ഇനിയും കൂടുതൽ നിയമനങ്ങൾ വരും. ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും +2 അല്ലെങ്കിൽ +1 +2 എന്ന് പറയുമ്പോൾ നോർമലി നമ്മളുടെ കേരള സിലബസിലേക്ക് അല്ലെങ്കിൽ കേരള സ്കൂളുകളിലേക്ക് മാറുന്നൊരു പ്രവണതയുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ പല സ്കൂളുകളിൽ പഠിക്കുന്നവരാവാം, CBSE ആവാം, ഒക്കെ ആവാം. പക്ഷെ +1 +2ലേക്ക് വരുമ്പോൾ നമ്മൾ കേരള സിലബസിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള ശ്രമം നടത്താറുണ്ട്. കാരണം അത് പിന്നീടുള്ള അഡ്മിഷനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും. സോ അതുകൊണ്ട് തന്നെ +1 +2 എപ്പോഴും ഡിവിഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ല. ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ 2025 അധ്യാപകർക്കുള്ളൊരു വർഷം തന്നെയാണ്. ഇതിലേക്കൊക്കെ നമുക്ക് പരിശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് വേണം. ഇനിയുള്ള ദിവസം മതി ഈ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. വലിയ സിലബസ് അല്ലേ, പഠിച്ചു തീരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ 60 ദിവസത്തെ നമ്മുടെ ടൈം ടേബിൾ ബാച്ച് ഗോയിങ് ഓൺ ആണ്. അപ്പോൾ ഈ ബാച്ചിന് പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടി വളരെ ഈസി ആയിട്ട് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, സോ കൂടുതൽ വിവരങ്ങൾക്ക്, സെറ്റ് എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746455514 9746455514. അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫീൽ ഫ്രീ ടു ആസ്ക്, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും സെറ്റിനെ കുറിച്ച്. അതൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചർച്ച ചെയ്യാനുള്ള ഗ്രൂപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സബ്ജക്റ്റ് ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജനറൽ പേപ്പറാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഞങ്ങളെല്ലാ അധ്യാപകരും ഇവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ കോൺടാക്ട് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.